പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഞാൻ സുശാന്ത ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശ സാക്ഷ്യം, എനിക്ക് ക്യാൻസർ പോസിറ്റീവ് ആണെന്നറിഞ്ഞ ആദ്യ 50 മിനിറ്റുകളിൽ ഞാൻ കടന്നുപോയ ഭയത്തിൻ്റെയും നിരാശയുടെയും ഒരു കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തെക്കുറിച്ചാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റായി മനസ്സിലായ ഈ കാര്യം നിങ്ങൾക്കൊരുപക്ഷെ സ്വാഭാവികമായതാണെന്ന് തോന്നാം. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാഭാവികമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും തങ്ങളുടെ ജീവിതങ്ങളിൽ വർഷങ്ങളോളമോ മാസങ്ങളോളമോ അല്ലെങ്കിൽ ആയുസ്സിൻ്റെ അധിക സമയവുമോ അനുഭവിക്കുന്ന ഒരു അസമാധാനം ഞാൻ എൻ്റെ ജീവിതത്തിലെ 50 മിനിറ്റിൽ അനുഭവിച്ചറിഞ്ഞു. അത് രോഗത്തെക്കാളും മരണത്തെക്കാളും ഭയാനകവും നിത്യമരണത്തിൻ്റെയും അനുഭവമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ 15-ാമത്തെ വയസ്സിൽ കർത്താവായ യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായി സ്വീകരിച്ചിരുന്നു. എൻ്റെ ജീവിതം വളരെ ക്ലേശപൂർണമായിരുന്നു. രോഗവും സങ്കടവും കഷ്ടങ്ങളും ധാരാളമുണ്ട്. ലോകം തരുന്ന കയ്പ് മുഖാന്തരം ഹൃദയത്തിൽ കയ്പ് നിറഞ്ഞു വരുന്ന അനുഭവങ്ങളും ക്ഷമിക്കുവാൻ സമയം ആവശ്യമായി വന്നതുമായ സന്ദർഭങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അബ്രഹാമിനെ പോലെ മാനുഷിക ബന്ധനങ്ങളിലും ആയിപ്പോയിട്ടുണ്ട്. എങ്കിലും അതെല്ലാം വളരെ ക്ഷണികങ്ങളായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ മാറിപ്പോകുന്നതായിരുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കർത്താവിൽ നിന്ന് ലഭിക്കുന്നത് വരെയും പ്രാർത്ഥിക്കാറുണ്ട്. കണ്ണുനീരും സങ്കടവും എപ്പോൾ വരെയും സ്തുതിസ്തോത്രങ്ങളായി മാറുന്നില്ലയോ അപ്പോൾ വരെയും കർത്താവിനെ വിടുകയില്ല. കരച്ചിലും പ്രാർത്ഥനയും കർത്താവിന്റെ സന്നിധിയിൽ എത്തി എന്നതിനുള്ള ഉറപ്പാണ് എനിക്ക് എൻ്റെ പ്രാർത്ഥനകൾ സ്തുതിസ്തോത്രങ്ങളായി മാറുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ ആത്മാവിൽ സന്തോഷവും വിശ്രാമവും ഉണ്ടായിരുന്നു, പ്രത്യാശയും സമാധാനവും ഉണ്ടായിരുന്നു. എന്നാൽ 4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശരീരത്തിന്റെ സൗഖ്യം നഷ്ടമായി. എന്താണ് കാരണമെന്നറിയാതെ ഞാൻ പരിഭ്രമിച്ചു, പിന്നെ വീണുപോയി. അങ്ങനെ ചില മെഡിക്കൽ എക്സാമിനേഷനുകളിലൂടെ ഞാൻ കടന്നുപോയി. ലാബ് റിസൾട്ട് വന്നു. 1 മിനിറ്റിനായി എൻ്റെ ഭർത്താവ് ആ റിസൾട്ട് എനിക്ക് തന്നു. ഒരു മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്ന എനിക്ക് മനസ്സിലായി എനിക്ക് ക്യാൻസർ പോസിറ്റീവ് ആണ്. എൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ഇതിൽ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിമിഷം എനിക്ക് ഒരാശ്വാസം തോന്നി. കാരണം എനിക്ക് നല്ല വിശ്രമം ആവശ്യമായിരുന്നു. അത് ലഭിക്കും എന്നുള്ള ആശ്വാസമായിരുന്നു. ഭയവും നിരാശയും ഒന്നും തോന്നിയില്ല. ഫർദർ ടെസ്റ്റുകൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ച് ഞങ്ങൾ അലഹബാദിലെ കമലാ നെഹ്റു ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു. ഞാൻ പുറത്തേക്ക് നോക്കി നിശബ്ദമായിരുന്നു. ആ സമയത്ത് എനിക്ക് അന്നുവരെയും അജ്ഞാതമായിരുന്ന, ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഹൃദയഭാരം എന്നെ പിടികൂടി. വ്യത്യസ്തങ്ങളായ ഷോപ്പുകളും വ്യസ്തതയോടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരും പുഷ്പങ്ങളും വയലേലകളും എനിക്ക് വളരെ മനോഹരമായി തോന്നി. ധാരാളം പ്രാവശ്യം ക്രോസ് ചെയ്തിട്ടും മനസ്സിലാക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതിരുന്ന ഗംഗാ നദി എനിക്ക് അന്ന് വളരെ മനോഹരമായി തോന്നി. പിന്നെ ഞാൻ ഒരിക്കലും അനുഭവിക്കാത്ത സങ്കടത്തോടും നിരാശയോടും അതിനോട് ബായ് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ചവറ് എന്ന് എണ്ണി മുഖം തിരിച്ചിരുന്നതെല്ലാം എൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. എനിക്ക് എന്നെ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ആത്മാവിന് എൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. 15 വയസ്സ് മുതൽ 48 വയസ്സ് വരെ അനുഭവിക്കാത്ത ദുരനുഭവം എല്ലാം നഷ്ടമാവുകയാണെന്ന ബോധം ഞാൻ നിരാശയുടെ ആഴങ്ങളിലേക്ക് വീണുകൊണ്ടിരുന്നു. ഒരു ദൈവ പൈതലിന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണിത്. നിമിഷങ്ങൾ വളരെ പതുക്കെ മുന്നോട്ട് പോകുന്നു. ഞാൻ കൂരിരുൾ താഴ്വരയിലൂടെ കടന്നു പോവുകയാണെന്ന് തോന്നി. മരിച്ചു പോകുമെന്ന രീതിയിൽ സഫോക്കേഷൻ അനുഭവിച്ചു പോയി. ഏകദേശം 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി. എന്നാൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു. അപ്പോൾ എൻ്റെ അധരങ്ങളിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. എൻ്റെ നാവിൽ ഒരു വചനമുണ്ടായിരുന്നു. ആ അത്ഭുത വചനം ഇതാണ്. 2 കൊരിന്ത്യർ 5:1 ഇപ്രകാരം പറയുന്നു: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പിണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിയുന്നു. വളരെ പ്രത്യാശയും ആശ്വാസവും സമാധാനവും സന്തോഷവും എനിക്ക് അനുഭവപ്പെട്ടു. നിങ്ങളിൽ ചിലർക്കത് മനസ്സിലാക്കുവാൻ നിശ്ചയമായും കഴിയും. സ്തോത്രം. പിന്നെ എനിക്ക് ട്രീറ്റ്മെന്റിന്റെ ഡിഫറെന്റ് പ്രോസസ്സുകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. അതെല്ലാം വേദനയുള്ളതായിരുന്നു താനും. പക്ഷെ പിന്നൊരിക്കലും ആ 50 മിനിറ്റിന്റെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനത് എന്താണെന്ന് പലപ്പോഴായി കർത്താവിനോട് ചോദിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു നാൾ എൻ്റെ ആത്മാവിൽ നിന്ന് തന്നെ എനിക്കതിന്റെ ഉത്തരവും ലഭിച്ചു. ക്യാൻസർ പോസിറ്റീവ് ആയത് കാരണം ആത്മഹത്യ ചെയ്തവരുടെ മുഖങ്ങൾ എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ എൻ്റെ അകത്തെ മനുഷ്യൻ പറയുന്നത് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. പ്രിയ ദൈവപൈതലേ, ജീവിതത്തിൽ കർത്താവില്ലാത്തവർ എല്ലാവരും അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന നിരാശയാണിത്. അത് രോഗത്തെക്കാളും മരണത്തെക്കാളും ഭയാനകമാണ്. നിത്യമരണത്തിന്റെ അനുഭവമാണത്.
പ്രിയ സഹോദര സഹോദരി, എന്റെ കുറച്ച് സമയം നിങ്ങൾ വർഷങ്ങളോളം, മാസങ്ങളോളം, ദിവസങ്ങളോളം അനുഭവിക്കുന്നു. ഇത് മനസ്സിലായപ്പോഴാണ് ഒരു ദൈവ പൈതലിന് കർത്താവ് നൽകിയിരിക്കുന്ന പദവി, സന്തോഷം, നിത്യതയുടെ പ്രത്യാശയുടെ ആഴം, ഉയരം എത്ര വലുതാണ് എന്ന് ഞാൻ അറിഞ്ഞത്. ആ ദിവസത്തിന് ശേഷം പല പല ആശുപത്രികളിലുമായി ഞാൻ ധാരാളം ആൾക്കാരെ കണ്ടു. ബഹുഭൂരിപക്ഷം പേരും നിരാശിതരായിരുന്നു, ആശയറ്റവരായിരുന്നു. എനിക്ക് വേദനിച്ചിട്ടും എന്റെ അതേ അനുഭവത്തിലൂടെ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കർട്ടനപ്പുറത്തെ ബെഡിലെ ഒരു സഹോദരന്റെ കരച്ചിൽ ഞാൻ ശ്രദ്ധിച്ചു. ഭയങ്കര വേദന കൊണ്ടായിരുന്നില്ല അവൻ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ഞാൻ അനുഭവിച്ച ആ 50 മിനിറ്റിന്റെ ആകുലതയിലൂടെ, നിരാശയിലൂടെ, കൂരിരുളിന്റെ താഴ്വരയിലൂടെ പോകുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ സങ്കടം വലുതായിരുന്നു. അവന്റെ മുഖം ഞാൻ കണ്ടില്ല, എന്നാൽ കരച്ചിൽ കേട്ടു. അവന്റെ അതേ രോഗാവസ്ഥയിലും ട്രീറ്റ്മെന്റിലും ആയിരുന്നിട്ടും എനിക്ക് സമാധാനമുണ്ടായിരുന്നു. എന്റെ നാവിൽ സ്തുതി സ്തോത്രങ്ങളും ആത്മാവിൽ സന്തോഷവും ഉണ്ടായിരുന്നു. ഞാൻ അന്ന് രാത്രി മുഴുവനും എന്റെ ഒരു കൈ മുകളിലേക്ക് ഉയർത്തി അവനായി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. എന്തെന്നാൽ ഞാൻ എന്റെ 50 മിനിറ്റിൽ അവന്റെ കഷ്ടം അറിഞ്ഞതാണ്. അവനൊന്നും ജീവിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ഒരു കർട്ടനപ്പുറത്ത് നിന്ന് നിരാശയുടെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു സഹോദരന്റെ വിലാപം എനിക്കത് മറക്കുവാൻ പറ്റുന്നതല്ല. കർത്താവിന്റെ സ്നേഹവും പ്രത്യാശയും ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഈ ലോകത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ആശ വച്ച് അത് നഷ്ടമാകുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നുള്ള കരച്ചിലായിരുന്നു അത്. പ്രിയരെ, രോഗത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരുമോ, അതോ ലോകത്തിൽ നിന്നും മറഞ്ഞു പോകുമോ? ആ കാര്യം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമല്ല. സാധാരണ ദൈവമക്കളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിന്റെ മുഖം വേഗം കാണാം എന്നുള്ള പ്രത്യാശയിൽ, സന്തോഷത്തിൽ ലോകത്തെ മറന്നു പോവുകയാണ് സത്യം എന്ന് തോന്നുന്നു. അത് തന്നെയാണ് സത്യം. അതെനിക്ക് നിഷേധിക്കുവാൻ കഴിയില്ല. കാരണം എല്ലാവരും ഈ രോഗത്തിൽ നിന്നും പുറത്തു വന്നുവല്ലോ എന്ന് പറയുമ്പോൾ ഏതോ ഒരു സൗഭാഗ്യം കൈവിട്ടു പോയതുപോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വചനം പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്തെന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഈ നിശ്ചയമുള്ളവർ സത്യമായും സമാധാനമായി ജീവിക്കുന്നു. നമുക്കുള്ള സന്തോഷം വളരെ വലുതാണ്. ഞങ്ങളുടെ കണ്ണുകൾ നിറയുന്നു, പക്ഷെ തകർന്നു പോകുന്നില്ല. 2 കൊരിന്ത്യർ 4:8-9 വചനങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇത് വളരെ സത്യമാണ്, എന്റെ സാക്ഷ്യമാണ്. ആ 50 മിനിറ്റിൽ ഇന്ന് ഞാൻ നിങ്ങളെ അറിയുന്നു. കാരണം സകല കഷ്ടങ്ങളിൽ നിന്നും ഭീകരമാണ് ദൈവിക പ്രത്യാശയും ആത്മസന്തോഷവും ഇല്ലാതെയുള്ള ലോക ജീവിതം. അത് ഉണ്ടായിരിക്കുകയും ക്ഷണനേരത്തേക്ക് അതില്ല എന്ന് തോന്നുകയും എന്നാൽ കൃപയാൽ വീണ്ടും ആ സമാധാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തപ്പോഴാണ് അതിന്റെ മഹത്വം എത്ര വലിയതാണെന്ന് ഞാൻ അറിഞ്ഞത്. ആയതിനാൽ പ്രിയരെ, ഈ ലോകത്ത് കഷ്ടതകളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ജയിലുകളിലും ആകുന്നുവെങ്കിലും തളരാതെ ആത്മസന്തോഷത്തിൽ ജീവിക്കുന്ന കുറച്ചുപേർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. കഷ്ടതയുടെ താഴ്വരകളിലും ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന ദൈവിക കരുതലിലേക്കും ആത്മസന്തോഷത്തിലേക്കും നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.